നാമം ഇന്ന് ഈ രാത്രിവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് അനുഭവിക്കാൻ ഇടയാകണം. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളിലും ആ ദൈവിക അഭിഷേകത്തിൻ്റെ നിറവ് ഉണ്ടാകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾക്കും പല പ്രതിസന്ധികൾക്കും അതൊരു പരിഹാരമാകുവാനായിട്ട് ഇടയായിത്തീരും. ഇവന്തോ പ്രശ്നങ്ങളൊന്നും മാറി പോയില്ലെങ്കിലും നമുക്കതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ശക്തിപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവകൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഇടയാകട്ടെ. ഞാനൊരു വലിയ പ്രസംഗമൊക്കെ തയ്യാറാക്കിയൊക്കെയാണ് വന്നത്. ദൈവസന്നിധിയിൽ ലഭിക്കുന്ന അവസരം അത്രയും ആ ദൈവിക ദൂതിലേക്കൊന്ന് പ്രവേശിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഹഗായിയുടെ പ്രവചന പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹഗായി പ്രവചന പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കാം. ഇപ്പോഴോ സെരുബ്ബാബേലേ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യെഹോസാദാക്കിന്റെ മകനായ യോശുവേ ധൈര്യപ്പെടുക, ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുകയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾക്ക് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നെനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഈ വായിക്കപ്പെട്ട വേദഭാഗത്ത് നിന്ന് നിങ്ങളോട് ഈ രാത്രികാലം ഒരു ദൈവിക ദൂത് കൈമാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പുള്ള എൻ്റെ ഒരു സന്ദേശത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. പിശാച് എപ്പോഴും നമ്മെ ഏതായുധം കൊണ്ടാണ് നമ്മോട് പരീക്ഷിക്കാനായിട്ട് അധികം കടന്നു വരുന്നത് ചോദിച്ചാൽ, നമ്മെ മനപ്രയാസപ്പെടുത്തി, നിരുത്സാഹപ്പെടുത്തി, ഹൃദയത്തിൽ ചിന്തകൾ ഇട്ടുകൊണ്ട് നമ്മളെ ക്ഷീണിപ്പിക്കുന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം. ഇവിടെ വായിക്കപ്പെട്ട വേദഭാഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രബോധനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ ജനം പ്രവാസത്തിൽ ഏകദേശം BC 586 പ്രവാസത്തിൽ ബാബിലോണിയർ എന്ത് ചെയ്തു? ഈ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോകുകയും ആ പിടിച്ചുകൊണ്ട് പോകുന്ന വേളയിൽ ശലോമോൻ അവർക്ക് വേണ്ടി പണിതിരുന്ന ഏറ്റവും മനോഹരമായ ഒരു ആലയം അവിടെ നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബാബിലോണിയർ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇസ്രായേലിലുള്ള സകലത്തിനെ നശിപ്പിച്ചിട്ട് ഇസ്രായേൽ വളരെ അഭിമാനമായി കണ്ടിരുന്ന ശലോമോന്റെ ദേവാലയം നശിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്? പോയിരിക്കുന്നത്. ശേഷം ഒരു 50 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം മടക്കി അവരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ദേശത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമായി ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? വീണ്ടും അവർക്കൊരു ദേവാലയം പണിയാനായിട്ട് ആരംഭിച്ചു. എന്നാൽ ദേവാലയ പണി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു 16 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പണികളെല്ലാം, അല്ലെങ്കിൽ ഒരു 16 വർഷത്തിന് ഇടവേളയിൽ ആ പണികൾ അവിടെ അവസാനിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ 50 വർഷം പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നഷ്ടപ്പെട്ടു പോയ ദേവാലയം തിരിച്ചു പണിയാനായിട്ട് ഇസ്രായേൽ മക്കൾ ആരംഭിക്കുന്നു. ആരംഭിച്ചതിന് ശേഷം ഒരു 16 വർഷം കഴിയുമ്പോൾ ആ ആലയ പണിയും അവിടെ അവസാനിച്ചു.
അങ്ങനെ അവസാനിച്ചിരിക്കുന്ന വേളയിൽ ഹഗായി പ്രവാചകനോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുകയും ഹഗായി പ്രവാചകൻ ദൈവജനത്തിനോട് നടുവിൽ ഇസ്രായേൽ മക്കളോട് പറയുന്ന ആലോചന, സന്ദേശമാണ് നാം ഈ പകൽക്കാലം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ ആലയത്തിന്റെ പണികൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ആലയത്തിന്റെ പണികൾ അവസാനിപ്പിക്കുന്നത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹഗായി പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ അവർക്കുണ്ടായ വലിയൊരു പ്രശ്നം, ശലോമോൻ പണിത ആലയത്തോളം തന്നെ മനോഹരമായ നിലയിൽ ശലോമോൻ പണിതതുപോലെ പണിയാനായിട്ട് രണ്ടാമത് പണിയുമ്പോൾ ശരിയാകുന്നില്ല. ആ നിലയിൽ ആ ആലയം പണിയാൻ കഴിയാതെ ഇസ്രായേൽ മക്കളൊക്കെ പണികളൊക്കെ നിർത്തി, പണി ഇനി നമ്മളോട് നടക്കത്തില്ല, ഇനി മുന്നോട്ട് നമ്മുടെ ആലയം പണിയാൻ കഴിയത്തില്ല എന്നുകൊണ്ട് പിൻവാങ്ങി നിൽക്കുന്ന സമയത്ത് ഹഗായി പ്രവാചകൻ വലിയൊരു പ്രബോധനമായി അവരെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. തീർച്ചയായിട്ടും ശലോമോൻ പണിത ദേവാലയത്തോളം തുല്യമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് പിന്നീട് ഒരു ആലയം പണിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നത്. ഏകദേശം ഇന്നത്തെ മണി വാല്യൂയുടെ കണക്കനുസരിച്ച് നോക്കിയാൽ $200 ലക്ഷം വില മതിക്കുന്ന സ്വർണം ഉപയോഗിച്ചാണ് ശലോമോൻ ദേവാലയം പണിതിരിക്കുന്നത്. $200 ലക്ഷം വില മതിക്കുന്ന സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശലോമോൻ ദേവാലയം പണിതിരിക്കുന്നത്. ബാക്കി മറ്റു കാര്യങ്ങൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ അത്രമാത്രം പ്രൗഢഗംഭീരമായി പണിതിരിക്കുന്ന ശലോമോന്റെ ദേവാലയം ബാബിലോണിയർ നശിപ്പിച്ചിട്ട് പോയി. അതിനുശേഷമായി വീണ്ടും പണിയാൻ അവർ ശ്രമിക്കുമ്പോൾ അവർക്ക് ശലോമോൻ പണിതതുപോലെ പണിയാൻ കഴിയാഞ്ഞത് കൊണ്ട് അവരവിടെ വെച്ച് പണി നിർത്തിയിട്ട് പോവുകയാണ്. ഇത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് നിരാശയ്ക്ക് കാരണമായി. അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ വേദനയ്ക്ക് കാരണമായി. അവർ ഓരോ ദിവസവും കർത്താവെ, ഞങ്ങൾക്ക് ശലോമോൻ പണിതതുപോലെയുള്ള ഒരു ദേവാലയം ഇല്ലല്ലോ എന്നോർത്ത് അവര് ദൈവസന്നിധിയിൽ ദുഃഖിച്ചുകൊണ്ട് വിലപിക്കുന്ന സമയങ്ങളാണ്. അതിന്റെ മുന്നിൽ ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ഹഗായി പ്രവാചകൻ പറയുന്ന ദൂത് ഇന്നീ രാത്രികാലം നമ്മളോടുള്ള ദൂതായിട്ടും അത് മാറ്റപ്പെടുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നിരാശപ്പെട്ട്, ജീവിതത്തിൽ ഭാരം അനുഭവിച്ച്, നിരാശകളുടേതായ പല ചുവടുകൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ നിരാശപ്പെട്ട് പിറകിലേക്ക് മാറുമ്പോൾ ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളോടും സംസാരിക്കാനായിട്ടുള്ള ഒരു ദൈവിക ആഹ്വാനം തുടർന്നുള്ള നിമിഷങ്ങൾ, അതിനായി നമ്മുടെ ഹൃദയങ്ങളൊന്ന് കാതോർക്കാം. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിനുണ്ടായ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ് ഉണ്ടായതിൻ്റെ ചില കാരണങ്ങളൊന്ന് നിരത്താം. ഒന്ന്, അവര് ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നതാണ് അവർക്ക് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വാക്യം വായിക്കുന്ന, നിങ്ങളിൽ ഈ ആലയത്തിന്റെ ആദ്യത്തെ, അവിടെ ഒന്നുകൂടെ വായിച്ച മൂന്നാമത്തെ വാക്യം, നിങ്ങളിൽ ഈ ആലയത്തെ ആദ്യ മഹത്വത്തോട് കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? തീർച്ചയായിട്ടും 50 വർഷത്തിന്റെ കാലയളവിൽ കുറച്ചു പേരെങ്കിലും ശലോമോന്റെ ദേവാലയം കണ്ടവരാണ് ഈ ആലയം പണിയുന്നത്. പിന്നെ ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ they were going under the remembrance of their past. കഴിഞ്ഞ കാലങ്ങളിലെ ചില ഓർമ്മകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശലോമോന്റെ ദേവാലയം കോടിക്കണക്കിന് കാശ് മുടക്കി പണിതിരിക്കുന്നതായ ആ ദേവാലയത്തിന്റെ മനോഹരമായ അവസ്ഥയിലേക്ക് ഇനിയും ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് കഴിഞ്ഞ കാലങ്ങളിലെ ചില ദുഃഖങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ ചില അവസ്ഥകളെ ഓർത്തിട്ട് അവർ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾക്ക് പാസ്റ്റ് മെമ്മറീസ് അത് നല്ലതാണ് ഓരോ കാര്യത്തിനും. പക്ഷെങ്കിൽ ഇഫ് ദ പാസ്റ്റ് മെമ്മറീസ് ആർ ഹണ്ടിങ് യു, ഇന്ന് ഈ രാത്രികാലവും ചില കഴിഞ്ഞകാല അനുഭവങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ that may lead to disappointment. അത് പലപ്പോഴും നമ്മെ നിരാശയിലേക്ക് കടത്തിവിടും. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അകറ്റുന്ന അനുഭവങ്ങളായി മാറും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രികാലം നമ്മളോട് പ്രബോധിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഡു നോട്ട് റിമെയിൻ ഇൻ ദി പാസ്റ്റ് മെമ്മറീസ്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, അതിന്റെ ഓർമ്മകളിൽ ഇന്നിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതൊരു പക്ഷേ നമ്മെ ദുഃഖിപ്പിക്കുന്നതായിരിക്കാം, ഒരു പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്നതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥകളൊക്കെ കഴിഞ്ഞു. ആ അനുഭവങ്ങളൊക്കെ മറന്നേക്ക് പുതിയ തലത്തിലേക്ക് ഉയരുവാനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തെ നല്ല അനുഭവങ്ങൾ, ദാറ്റ് ഷുഡ് ബി എ ബ്ലെസ്സിങ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ നല്ല ഓർമ്മകൾ അത് നമുക്കൊരു അനുഗ്രഹമാണ്. എന്നാൽ ജീവിതത്തിൽ തിക്തമായ ചില അനുഭവങ്ങൾ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ മുന്നേറുവാനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഈ രാത്രികാലം ഓർപ്പിക്കുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു, പണ്ട് ഭയങ്കര വിടുതലായിരുന്നു, പണ്ട് ഭയങ്കര ആനന്ദമായിരുന്നു. ഇന്ന് ആ സന്തോഷവും ഇന്ന് ആ വിടുതലും ഇന്ന് ആ അനുഭവങ്ങളൊന്നും പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് ചില വ്യക്തികൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, കഴിഞ്ഞ കാലത്തെ സന്തോഷം അനുഭവിച്ചവർ, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ കാലത്തിൽ വിടുതൽ അനുഭവിച്ചവർ ഈ കാലഘട്ടത്തിലും വിടുതൽ അനുഭവിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഇസ്രായേൽ മക്കൾക്കുണ്ടായ അവർക്കുണ്ടായ വേദനയുടെ ഒരു കാരണം, they are living in the remembrance or memories of the past. അവരുടെ കഴിഞ്ഞ കാലത്തെ ജീവിതാനുഭവത്തിലാണ് ഇന്നും ജീവിക്കുന്നത്. ഈ വർത്തമാന കാലത്തിൽ ഹല്ലേലൂയ പുതിയ ശക്തി പ്രാപിച്ച് പുതിയ ദൈവകൃപ പ്രാപിച്ച് മുന്നേറുവാനായി ഹല്ലേലൂയ അവർക്ക് അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് they are still under disappointment. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലവും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മേൽ ഹല്ലേലൂയ ആഞ്ഞടിച്ചതായ ഭാരങ്ങളായിരിക്കരുത് ഇന്ന് നമുക്ക് ജീവിക്കാനായിട്ട് വേണ്ടത്. എന്നാൽ ഇസ്രായേൽ മക്കൾ ചിലത് ഓർത്തു, എന്നാൽ ചിലത് മറന്നു. എന്താ മറന്നെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവർ മറന്ന കാര്യം 4-5 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ശലോമോന്റെ ദേവാലയത്തെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു, എന്നാൽ ശലോമോനെ ഈ ദേവാലയം പണിയിപ്പിച്ച ഒരാളുണ്ട്, അവനെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറന്നു കളഞ്ഞു. 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, സെരുബാബേലേ ധൈര്യപ്പെടുക എന്ന യഹോവയുടെ അരുളപ്പാട്. അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം എന്ത് ചെയ്യുക? ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. സംതിങ് ദാറ്റ് യു നീഡ് ടു ഫോർഗെറ്റ്. അതെന്താണ്? കഴിഞ്ഞ കാലങ്ങളിലെ ചില ഓർമ്മകൾ മാറ്റുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചിലത് നിങ്ങൾ മറന്നു പോകരുത്. എന്താ മറക്കരുതാത്തത്? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നിലനിർത്തിയ ഒരു ദൈവമുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ശക്തിയോടെ നിലനിർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഒരു നാളും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The God of the past is still present today. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാധാരണ പറയുന്നൊരു ഒരു ഫ്രേസ് ഉണ്ട്, അത് ഗോഡ് ഓഫ് ദി പാസ്റ്റ് ഈസ് ദ റെഫറൻസ് ഓഫ് ദി ഗോഡ് ഓഫ് ദി പ്രസന്റ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വിടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്നെയാണ് ഇന്നും നമുക്ക് വേണ്ടി വിടുതൽ ചെയ്യുന്നത്. അത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ഒരു വിടുതലെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ എന്റെ അടുത്തേക്കൊന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയായിട്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. If God has worked in your life in the past, he is still present today. ആ ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. മോശെ മറന്നേക്ക്, അബ്രഹാമിനെ മറന്നേക്ക്, ദാവീദിനെ മറന്നേക്ക്, ശലോമോനെ മറന്നേക്ക്, എന്നാൽ ദാവീദിനെയും ശലോമോനെയും അബ്രഹാമിനെയും മോശയും നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ദൈവാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത്, ചെങ്കടലിൽ കൂടെ കടന്നുപോയ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുന്നിൽ വന്ന് ചെങ്കടൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ മറുകരയിലേക്ക് എത്തണമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരുന്ന ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു, ഭാരപ്പെട്ട ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭാരത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിനെ വിഭാഗിച്ച് തന്ന ഒരു ദൈവമുണ്ട്. that God is still for you. ആ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ആദ്യത്തെ ദേവാലയം പോയി, അതോർത്ത് ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. ആദ്യത്തെ ടെമ്പിൾ പോയി, അതോർത്ത് ഭാരപ്പെടേണ്ട. എന്നാൽ അന്ന് ദേവാലയം പണി കഴിപ്പിച്ച ആ ദൈവം ഇന്നും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ ഓർക്കാനായിട്ടാണ് ദൈവാത്മാവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. ഇത് തന്നെ, ഈ വാക്ക് തന്നെ ഈ രാത്രികാലവും ദൈവം നമ്മളോടും സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളെ നടത്തിയ ഒരു ദൈവമുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മറുപടി തന്ന ഒരു ദൈവമുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവം ഇന്നും he is still alive. അവൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. Praise the Lord. So the one thing that they need to remember, അതവർ മറന്നു. എന്നാൽ അവർ ഓർക്കേണ്ടാത്ത കാര്യങ്ങൾ ഓർത്തോണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശലോമോന്റെ ദേവാലയത്തെ കുറിച്ച് അവർ ഓർത്തോണ്ടിരുന്നു. എന്നാൽ ശലോമോനെ കൊണ്ട് പണിയിപ്പിച്ച ദൈവത്തെ കുറിച്ച് അവർ ഓർത്തില്ല. മൂന്നാമത്തെ കാര്യം, അവർക്കുണ്ടായ ഡിസപ്പോയിന്റ്മെന്റിന്റെ ഒരു കാര്യം, ദേ മേഡ് കമ്പാരിസൺ. പ്രൈസ് ദി ലോർഡ്. ഈ കമ്പാരിസൺ എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന. അവരെന്താ കമ്പയർ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. അവർ ശലോമോന്റെ ദേവാലയവും ഇപ്പോഴത്തെ ദേവാലയവും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഈ കമ്പാരിസൺ അവരെ എന്നും ഭാരത്തിന് കാരണമാക്കി. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും പലപ്പോഴും കമ്പാരിസൺ ഒരു വലിയ പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫാമിലി ലൈഫിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ, ഇന്നാർക്ക് നല്ല ജോലി, എനിക്ക് നല്ല ജോലിയല്ല. ഇന്നാരുടെ കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരായിട്ട് പോകുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ മോശമായി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നാർക്ക് നല്ല ജോലി, ഇന്നാർക്ക് നല്ല ശുശ്രൂഷയുണ്ട്, എനിക്ക് ശുശ്രൂഷ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ചുറ്റുപാടുകൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്, എൻ്റെ ചുറ്റുപാടുകൾ എന്നും പ്രശ്നങ്ങളാണ്. സോ കമ്പാരിസൺ എപ്പോഴും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന. പ്രൈസ് ദി ലോർഡ്. കമ്പാരിസൺ എപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു നാശം ഒപ്പിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഈ വേദഭാഗത്തിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ ശലോമോന്റെ ദേവാലയത്തെ കുറിച്ച് ഇനിയും ചിന്തിക്കേണ്ട, അത് വെച്ച് എന്ത് ചെയ്യണ്ട, കമ്പയർ ചെയ്യേണ്ട. യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കല് പത്രോസ്, അതായത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ, നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. അതായത് അന്ത്യനാളിൽ അവസാനത്തിങ്കിൽ തന്നെ ഒറ്റുകൊടുക്കുന്ന കാര്യമൊക്കെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ നെഞ്ചത്തോട്ട് ചാരിരുന്ന യോഹന്നാനെ കുറിച്ച് പത്രോസിന് ഒരു ചിന്ത വന്നു. അന്നാളിൽ ഇവന്റെ കാര്യം എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ കാര്യം. അപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണ്? ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കാര്യം എന്താവും എന്നുള്ളത് നീ അറിയേണ്ട കാര്യമല്ല എന്ന് പത്രോസിന്റെ മുഖത്ത് നോക്കി ആര് പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്, യേശു പറഞ്ഞു. അപ്പോൾ കമ്പാരിസൺ പലപ്പോഴും ജീവിതത്തിൽ ഹല്ലേലൂയ പ്രയാസങ്ങളുണ്ട്. അപ്പം ഈ ഇസ്രായേൽ ജനത്തിനുണ്ടായ വലിയൊരു മ്ലാനത, അവർക്കുണ്ടായ ഭാരം, they were comparing with Solomon's temple. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ഈസ് നോട്ട് ട്രീറ്റിംഗ് അസ് ലൈക്ക് അതേഴ്സ്. എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന പോലല്ല എന്നെയും നിങ്ങളെ ദൈവം ട്രീറ്റ് ചെയ്യുന്നത്. എന്നോട് ദൈവം വ്യവഹരിക്കുന്ന പോലല്ല നിങ്ങളോട് ദൈവം വ്യവഹരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരോട് വ്യവഹരിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് ദൈവം വ്യവഹരിക്കുന്നത്. സോ ഡു നോട്ട് കമ്പയർ. ആരും ഹല്ലേലൂയ കമ്പയർ ചെയ്യാൻ ഇടയാകരുത്. ഇസ്രായേൽ ജനത്തിനുണ്ടായ പരാജയം, അവർക്കുണ്ടായ ഡിസപ്പോയിന്റ്മെന്റ്, അവർക്കുണ്ടായ ഡിസ്കറേജ്മെന്റ് എന്തെന്ന് ചോദിച്ചാൽ, അവർ അന്യോന്യം എന്ത് ചെയ്തു? ഹല്ലേലൂയ ശലോമോന്റെ ദേവാലയം നോക്കിക്കൊണ്ട് അവര് അന്യോന്യം കമ്പയർ ചെയ്തുകൊണ്ട് നിന്നു. സോ ഹല്ലേലൂയ ഈ ഇസ്രായേൽ ജനത്തിനുണ്ടായ ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം they had a wrong remembrance. അവർക്ക് തെറ്റായ ചില ഓർമ്മകൾ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2, അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടു. ഈ ദൈവം ഇന്നും ശക്തനാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടത് കൊണ്ടും ഹല്ലേലൂയ അവർ താരതമ്യം ചെയ്ത് ജീവിച്ചത് കൊണ്ടും അവർക്ക് ഹല്ലേലൂയ വേണ്ടതുപോലെ ആത്മീയ തലത്തിൽ ഉയരാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഹഗായി പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്നു, അതിനൊരു പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനൊരു വ്യക്തമായ പ്ലാൻ ഉണ്ട്. അതാണ് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വ്യക്തമായി കാണുന്നത് 3-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ധൈര്യപ്പെടുക. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യം വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇപ്പോ സെരുബാബേലേ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. വീണ്ടും ദൈവാത്മാവ് ആ വാക്യങ്ങളിൽ ഓർപ്പിക്കുകയാണ്, ധൈര്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഗോ ഫോർവേഡ്.
നിങ്ങൾ ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മെമ്മറീസ് പലപ്പോഴും പെയിൻഫുൾ ആയിരിക്കും, അതിൽ നിൽക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഗോ ബൈ ഫോർഗിവിംഗ്. അതിനെ എല്ലാം വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലവും നമ്മളോടും സംസാരിക്കുന്നത്, ആരെങ്കിലും നിരാശപ്പെട്ട് വേദനപ്പെട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ഇറ്റ്. അതങ്ങ് പോകാൻ അനുവദിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തെ ജീവിത തലങ്ങളെ വിട്ടുകളയുക. ഹല്ലേലൂയ. അതിനെല്ലാം വിട്ടിട്ട് പെയിൻഫുൾ മെമ്മറീസ് എന്തെങ്കിലും നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിനെ പുറത്തു കളയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ തലത്തിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ചിലരോട് ക്ഷമിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഏതെങ്കിലും തലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ഗോ. വി മസ്റ്റ് ലെറ്റ് ഗോ. ഹല്ലേലൂയ. അതിനെ വിടുവാനായിട്ട് അവൻ അനുവദിക്കുക. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത്, ചിലത് പോവാൻ അനുവദിക്കണം, പക്ഷെങ്കിൽ ചിലയിടത്തോട്ട് നിന്റെ നോട്ടം മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുന്നത് സൈന്യങ്ങളുടെ യഹോവ. അവിടെ ഒരു പദം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. യു ഷുഡ് ലുക്ക് ടു ദി ഗോഡ് ഓഫ് ഓൾമൈറ്റി. സൈന്യങ്ങളുടെ യഹോവയെ നീ എന്ത് ചെയ്യണം? നോക്കിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം അനവധി ഇടങ്ങളിൽ പറയുന്ന ഒരു പദമാണ് സൈന്യങ്ങളുടെ യഹോവ. സൈന്യങ്ങളുടെ യഹോവ. ഇറ്റ് മീൻസ് ദർ ഈസ് എ മിലിറ്ററി ടേം എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ യഹോവ നിനക്ക് വേണ്ടി ഉണ്ട്, നിനക്ക് വേണ്ടി പൊരുതും, നിനക്ക് വേണ്ടി ബാറ്റിൽ ഫീൽഡിൽ ഉണ്ട്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. യു ജസ്റ്റ് കീപ് മൂവിങ്. നീ മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുക, നീ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക. സൈന്യങ്ങളുടെ യഹോവയുടെ സാന്നിധ്യം ഹല്ലേലൂയ ഈ രാത്രികാലം നമ്മുടെ മധ്യത്തിലുമുണ്ട്. നമ്മുടെ ദൈവം, when our God is big, your battle will be small. നമ്മുടെ ദൈവം വലുതാണെങ്കിൽ നമ്മുടെ പോരാട്ടം ചെറുതാ കേട്ടോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം വലുതാണെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന പോരാട്ടം അത് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഇവിടെ ഹഗായി പ്രവാചകൻ ഹല്ലേലൂയ പുരോഹിതന്മാരെ നോക്കി, ഇസ്രായേൽ ജനത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, ധൈര്യപ്പെടുക, മുന്നോട്ട് പോകുക, ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. The Almighty God is with you. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. അപ്പോൾ കഴിഞ്ഞ കാലത്തെ ഡിസപ്പോയിന്റ്മെന്റിനെ മറികടക്കാനായി പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ആലോചന ഒന്ന്, ഹല്ലേലൂയ, you must come out from your dreams, you must come out from your painful memories, you must forgive others so that you can keep moving. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായി കഴിയും. We must look up. ആരാണ്? സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ മറുപടി നൽകാനായി റെഡിയായി നിൽക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പോരാട്ടങ്ങളൊന്നും ഹല്ലേലൂയ വ്യക്തികളോടല്ല. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് നമുക്കെതിരെ ഉയരുന്ന എല്ലാ പൈശാചിക ശക്തികളുടെ നേരെയും, നമുക്ക് നേരെ ഉയർന്നു വരുന്ന എല്ലാ സാത്താന്യ ശക്തികളുടെ നേരെയും പോരടിക്കാനായി ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ദാവീദും ഗോലിയാത്തും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പൊരുതാനായിട്ട് ഒന്നിച്ചു വരുമ്പോൾ ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് ഒരു 7 ഫുട്ട് അല്ലെങ്കിൽ നല്ല നീളമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള ഒരുവൻ ഗോലിയാത്ത് തന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നല്ല ഉയരമുള്ളവന്റെ മുന്നിൽ ദാവീദ് ഒരു കൊച്ചു പയ്യനായി ചെന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവന്റെ ഉള്ളിലെ ചിന്ത എന്താണ്? സ്വാഭാവികമായിട്ട് ദാവീദിന്റെ ഉള്ളിൽ വരേണ്ട ചിന്ത എന്താണ്? അയ്യോ, എനിക്ക് എങ്ങനെ ഈ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് കഴിയും? ഹി സീംസ് വെരി ബിഗ് ഫോർ മീ. അവൻ വലിയ വില്ലാളിയായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ യഹോവയെ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്റെ സർവ്വ സൈന്യങ്ങളുടെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വരികയാണ്. ഹല്ലേലൂയ. നിന്റെ അടുത്തേക്ക് വന്ന് ഹല്ലേലൂയ കർത്താവിന്റെ കരുണയാൽ, കർത്താവിന്റെ കൃപയാൽ, സൈന്യങ്ങളുടെ യഹോവയുടെ ശക്തിയാൽ ഞാൻ അതിനെ അതിജീവിക്കുമെന്ന് ഗോലിയാത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഡിസപ്പോയിന്റ്മെന്റിന്റെ മുമ്പിൽ
ദാവീദ് പറഞ്ഞതുപോലെ തന്നെ നമുക്കും പറയാൻ കഴിയണം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എൻ്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ മുമ്പിൽ വരുന്ന ദുഃഖങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നിലകളിൽ നിങ്ങൾ ഭാരത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ദൈവം മുമ്പാകെ വിളിച്ചു പറയാം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പ്രവാചകൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നതോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി മുന്നോട്ട് നോക്കണം. ഈ ആലയവുമല്ല, ഇനിയും പണിയാൻ പോകുന്ന ആലയവുമല്ല, പഴയ ആലയവുമല്ല, നിങ്ങൾ നോക്കേണ്ടത് യു മസ്റ്റ് ലുക്ക് എഹെഡ്. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ വായിക്കുന്നു 6-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കും. എവറി നേഷൻ ഷാൽ ബി ഷേക്കൻ. എല്ലാ ഭൂഖണ്ഡങ്ങളും എല്ലാ രാജ്യങ്ങളും ഇളകും. എന്നിട്ട് പറയുകയാണ്, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥനായ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലൂടെ, ഈ ദേശത്തിലൂടെ, ഹല്ലേലൂയ, ഈ മണ്ണിലൂടെ സഞ്ചരിച്ചപ്പോൾ, ഹല്ലേലൂയ, ഇനി എന്ത് മനോഹര വസ്തുവാണ് വരാനുള്ളത്, ഈ ലോകത്തിൽ എന്ത് മനോഹര വസ്തുവാണ് നമുക്ക് വേണ്ടി വെളിപ്പെടാനുള്ളത്. പ്രവാചകൻ വിളിച്ചു പറയുന്നു, ശലോമോന്റെ ദേവാലയം ഒരുപക്ഷെ 200 ലക്ഷം ഡോളർ കൊണ്ട് പണിതതായ ഒരു ദേവാലയമാണെങ്കിലും അതിനപ്പുറത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ശോഭപൂർണനായിരിക്കുന്ന ഹല്ലേലൂയ അരുമനാഥനായ കർത്താവ് ഈ ഗലീലയിൽ ഹല്ലേലൂയ കൂടി നടമാടിയെ കൊണ്ടപ്പോൾ, ഈ ഗലീലയിലൂടെ നടന്നു വന്നപ്പോൾ അതിലപ്പുറത്തൊരു മനോഹര വസ്തു ഇനിയും ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ട്, യേശു നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് അവനെക്കാട്ടിൽ മഹത്വമുള്ളതൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ, അവനെക്കാട്ടിൽ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല. ഹഗായി പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുന്ന വാക്കും അത് തന്നെയാണ്. ഒരുപക്ഷെ യു മേ ഫാസിനേറ്റഡ് വിത്ത് ദി ശലോമോൻസ് ടെമ്പിൾ. നിങ്ങൾ ശലോമോന്റെ ദേവാലയം കണ്ട് ഹല്ലേലൂയ സന്തോഷമുള്ളവരായിരിക്കാം. ഇപ്പോഴത്തെ ദേവാലയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. എന്നാൽ കുറഞ്ഞൊന്ന് നാൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ഒരു മനോഹര വസ്തു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും, ഒരു മശിക വെളിപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദ ഗ്ലോറി ഹാസ് കം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇനി അവനെ കവിഞ്ഞൊന്നും ഈ ലോകത്തിൽ നമുക്ക് പ്രാപിക്കാനായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവും ഈ രാത്രികാലം നമ്മയും ബലപ്പെടുത്തുന്നത്, ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ യേശുവിന്റെ സാന്നിധ്യം മതി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. യേശുവിന്റെ സാന്നിധ്യം മതി പിന്നീട് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും കമ്പയർ ചെയ്യണ്ട. യേശുവിന്റെ സാന്നിധ്യം മതി കഴിഞ്ഞ കാലങ്ങളിലെ വേദനകൾ മാറാൻ. യേശുവിന്റെ സാന്നിധ്യം മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായി. ഈ രാത്രികാലം എത്ര പേർക്ക് യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം, എത്ര പേർക്ക് യേശുവിന്റെ സാന്നിധ്യം ഒന്ന് രുചിച്ചറിയണം. കഴിഞ്ഞ കാലങ്ങളിലെ വേദനകൾ മറക്കാനായി, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ തിക്താനുഭവങ്ങൾ മറക്കാനായി ഒരു മനോഹര വസ്തു നമുക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി വെളിപ്പെട്ടവനായ ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം, ആ മശിയെ ഓർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ധൈര്യമായിട്ടിരിക്കുക, അവന്റെ വേല ചെയ്യാനായി നമ്മെ തന്നെ ശക്തീകരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഹഗായിലൂടെ പറഞ്ഞത്, ഹല്ലേലൂയ, അവൻ ധൈര്യപ്പെട്ട് വേല ചെയ്യുക. We need to work because the God has raised for us. ഹല്ലേലൂയ, യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് അവൻ ഈ താണഭൂമിയിൽ എനിക്കും നിനക്ക് വേണ്ടി വെളിപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് ഈ ലോകത്തിൽ അവന്റെ അപ്പുറത്തേക്ക് വരാനായിട്ട് ഒന്നുമില്ല, യേശുവിന്റെ അപ്പുറത്തേക്ക് വരാനായിട്ട് ഒന്നുമില്ല. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചു കൊടുക്കാം. ആർ വി സ്റ്റിൽ അണ്ടർ എ ഡിസപ്പോയിന്റ്മെന്റ്? ഹല്ലേലൂയ. ആർ വി സ്റ്റിൽ അണ്ടർ ദി ഹോണ്ടിങ്സ് ഓഫ് ദി പാസ്റ്റ് മെമ്മറീസ്? ആർ വി സ്റ്റിൽ ഇൻ ദി ഹല്ലേലൂയ ഡ്രീംസ്? നമ്മൾ കഴിഞ്ഞ കാലത്തെ സ്വപ്നത്തിലാണോ നാം ആയിരിക്കുന്നത്? ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. അതിൽ നിന്ന് പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഹല്ലേലൂയ, മൂവ് ഫോർവേഡ്. ധൈര്യമായിട്ടിരിക്കുക, അല്ലെ മുന്നോട്ട് തന്നെ പോകുക, മുന്നോട്ട് നോക്കുക. നമ്മുടെ മനോഹര വസ്തുവായിരിക്കുന്ന മശിക നമുക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു.
ആ യേശുവിന്റെ സാന്നിധ്യം എത്ര പേർക്ക് ഇന്ന് രാത്രികാലം അനുഭവിക്കണം? ആ യേശു കൂടെ വേണമെന്ന് എത്ര പേര് ഈ രാത്രികാലം ആഗ്രഹിക്കും? ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലം സമർപ്പിച്ചാട്ട്, ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഹല്ലേലൂയ, ഈ രാത്രികാലം യേശുവിന്റെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിച്ചറിയണം. കഴിഞ്ഞ കാലങ്ങളിൽ ചില പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ ചില വേട്ടയാടുന്ന ഓർമ്മകൾ എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഞാൻ അത് മറന്നിട്ട്, ഈ രാത്രികാലം ഞാൻ അത് മറന്നിട്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, ചിലത് ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, മോശയെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ കൂടെ നടത്തിയ ഒരു ദൈവമുണ്ട്. അബ്രഹാമിനെ വഴികാട്ടിയ ദൈവമുണ്ട്. ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തിയ ഒരു ദൈവമുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പൗലോസിനെ കാരാഗ്രഹത്തിലും കാത്തു പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എനിക്കൊന്ന് സ്തുതിക്കണം. ആ കർത്താവിനെ എനിക്കൊന്ന് ഓർക്കണം. എന്റെ ഓർമ്മകൾ പലതും ഹല്ലേലൂയ എനിക്ക് വേദന തരുന്നതാണ്. എന്റെ ഓർമ്മകൾ പലതും എന്നെ നിരാശപ്പെടുത്തുന്നതാണ്. എന്നാൽ ഓർമ്മയ്ക്കപ്പുറമായി എന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ് എന്റെ കൂടെയുണ്ട്. ഓർമ്മയ്ക്കപ്പുറമായി എന്നെ സഹായിക്കുന്ന, ഇന്നും ജീവനോടിരിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്. ആ ദൈവത്തെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലിൽ സമർപ്പിച്ചു കൊടുത്താട്ട്, ഒരുപക്ഷെ നമ്മൾ പലതും കമ്പയർ ചെയ്യുന്നവരായിരിക്കാം. പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ നിരാശപ്പെട്ടവരായിരിക്കാം. എന്നാൽ ഇത് രാത്രികാലം ചിലരോടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഡു നോട്ട് കമ്പയർ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായത് ചിലത് ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ലഭിച്ചത് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഡു നോട്ട് കമ്പയർ. ദൈവം നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ചിലത് ചെയ്യാനായിട്ട് പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ചിലത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഹല്ലേലൂയ, we need to get out from that dreams. We need to get out from that bad memories. Hallelujah, look forward. The almighty God is ahead of you. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ മുന്നിലുണ്ട്. So he is going to play the battle for you. അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായി ആ സൈന്യങ്ങളുടെ യഹോവ നിങ്ങളുടെ മുന്നിലുണ്ട്. If he is in the battle, your battle will be small. Hallelujah, if the God is big in the battle, your battle will be small. ആ ദൈവം നിങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ നമുക്കൊന്നും ഭാരപ്പെടേണ്ട. Ultimately, hallelujah, the beauty of beauties, hallelujah, അതിമനോഹരനായ, hallelujah, തേജോമനായ, സുന്ദരനായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് അവനെ കവിഞ്ഞ് ഒരു മനോഹാരിത ഈ ലോകത്തിലില്ല. സലോമോന്റെ ദേവാലയം പോലും അതിനോളം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കാൻ, യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ കർത്താവ് നമുക്ക് വരം നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഈ രാത്രികാലം കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. എന്നാൽ കർത്താവേ, നീ രാത്രികാലം ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ നടുവിലുള്ളത് കൊണ്ട് ഹഗായി പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ ധൈര്യമായിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഞാൻ ഇനിയും ഭയപ്പെടുന്നില്ല. ഞാൻ ധൈര്യമായിട്ടിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിരാശപ്പെട്ട് വേദനപ്പെട്ട് ജീവിതത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ഇടപെടുന്നു. നിരാശപ്പെടേണ്ട, ധൈര്യമായിട്ട് ഇരിക്കുക, അവന്റെ വേല ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് ഭാഗം നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.